ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹെയർസിനെ കുറിച്ച് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഒരു ചർച്ചയെ കുറിച്ചാണ്. നമ്മുടെ ഈ കേസിന്റെ ഈ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ കമ്പനിയെ പ്രതി ചേർക്കാൻ വേണ്ടി കൊടുത്തു. അപ്പോൾ കൂടുതൽ കുരുക്കുകൾ മുറുകിയാണ് എന്നുള്ള രീതിയിലൊക്കെ ലീഡർമാരുടെ ഗ്രൂപ്പുകളിൽ ചർച്ചയുണ്ടായ സമയത്ത് ഒരു പറ്റം ആൾക്കാർ പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ നിന്ന് കേസ് കൊടുക്കാനും പരാതി മറ്റ് മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും പ്രതിപക്ഷ നേതാവിനും ഒക്കെ പരാതികൾ തയ്യാറാക്കുന്ന ഒരു ഗ്രൂപ്പ്, അതുപോലെ തന്നെ FIR ഇടുക എന്നുള്ള രീതിയിൽ ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല, 1 വർഷം കഴിഞ്ഞു, ഇനി യാതൊരു തരത്തിലും നമുക്ക് കാത്തിരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു. ആ ഗ്രൂപ്പിലേക്ക് ഒരാള് ഞാനും ഈ ഗ്രൂപ്പിലേക്ക് ഉണ്ട് എന്ന് പറയുന്നത്, എന്നിട്ട് അവർ ക്ഷണിക്കുകയാണ് ആരൊക്കെയാണ് ഈ ഗ്രൂപ്പിൽ നിന്ന് വരാൻ തയ്യാറുള്ളത് എന്ന്. ആ ഗ്രൂപ്പിലേക്ക് പോകാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് കൊടുക്കാൻ വേണ്ടി തയ്യാറായ ഒരാളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അയാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 12 മാസത്തോളമായിട്ട് ഈ കമ്പനിക്ക് വേണ്ടി കോരം വാദിച്ച ഒരു മഹത് വ്യക്തിത്വമാണ്. ആദ്യം തന്നെ കമ്പനിയുടെ കേസ് ഉണ്ടായ സമയത്ത് തന്നെ തൃശ്ശൂർ ഒരു കൺവെൻഷൻ ഹാളിൽ ഇവരുടെ 500ഓളം വരുന്ന ലീഡർമാരെയൊക്കെ വിളിച്ചു കൂട്ടി എല്ലാവരുടെ കയ്യിൽ നിന്നും 10,000 രൂപ പിരിവെടുത്ത് 10,000 വിട്ടവൻ പോലും ഈ കേസിൽ ബഡ്സ് ആക്ട് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്, 10,000 വിട്ടവൻ പോലും ഇതിൽ പ്രതികളായി വരുമെന്നും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ ഈ കമ്പനിയെ നിയമപരമായിട്ട് ഈ കേസിനെ നേരിടാൻ വേണ്ടി സഹായിക്കണമെന്ന് പറഞ്ഞ ഒരു വലിയൊരു നേതാവാണ്. ആ നേതാവിൻ്റെ പേര് ഷിബു എബ്രഹാം എന്നാണ്. അപ്പോൾ അദ്ദേഹം പറയാണ് ഞാനുമുണ്ട് കേസിന് എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ ഈ കമ്പനിയുടെ കേസിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു, പക്ഷെങ്കിൽ അതിനിടയ്ക്ക് ചില ആൾക്കാർ വന്ന് വഴിതിരിച്ചു വിട്ടു എന്നും ഹൈജാക്ക് ചെയ്തു എന്നുമാണ്. അതുകൊണ്ട് തന്നെ ഇനി ഈ കമ്പനിയിൽ യാതൊരു വിധത്തിലുള്ള പ്രതീക്ഷയും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് 72 ലക്ഷത്തോളം രൂപ അദ്ദേഹത്തിൻ്റെ പൈസ ഈ കമ്പനിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപ ഇദ്ദേഹത്തിൻ്റെ കുടുംബക്കാരുടെ പൈസ ഇതിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് കേസ് കൊടുക്കാതെയോ മറ്റ് വഴികൾ തേടാതെയോ യാതൊരു വിധത്തിലുള്ള വഴിയുമില്ല എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹം നമ്മുടെ ഒരു ലേഡി ലീഡറാണ് ഇതിൻ്റെ മുൻകൈ എടുക്കുന്നത്. ആ ലീഡറോട് പറയുന്നത് ഞാനുമുണ്ട് മാഡം എന്നാണ്. നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ ഇതാ ഇവിടെ കാണാം. ബൈ.